കൈമാറ്റം ചെയ്യപ്പെടുന്ന മെസ്സേജുകൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് നമ്മളൊരു നമ്മൾ അതിനെ മാസ് മീഡിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് തന്നെ പരിഗണിക്കുന്നത്. ഇതില് ഇവിടെ ഓഡിയൻസ് എന്ന് പറയുന്നത് പല ഡൈവേഴ്സ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളായിരിക്കും. കാരണം സ്വാഭാവികമായിട്ടും ഒരു 1-2 ആളുകളോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരല്ല, മറിച്ച് ഒരു വലിയ ലാർജ് വോളിയം ഓഫ് പീപ്പിൾ ആണ് ഇത് റിസീവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പല തരത്തിലുള്ള ആളുകൾ ഉണ്ടാകും. അത് സാധാരണ ഒരു 2 വ്യക്തികൾ തമ്മിൽ സംസാരത്തിനപ്പുറം പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതും പല തരത്തിൽ മെസ്സേജ് ഡീകോഡ് ചെയ്യുന്ന പല ലെവലിലുള്ള പല നോളജ് ലെവല്, കൾച്ചറൽ ലെവല്, അതുപോലെ തന്നെ ഓരോ ഇന്റലക്ച്വൽ ലെവലിലും ഓരോ ലെവലിലും വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകളായിരിക്കും ഇതിന്റെ ഓഡിയൻസ് ആയിട്ട് വരിക. അതുകൊണ്ട് തന്നെ ഇതിന്റെ എൻകോഡിങ്ങും ഡീകോഡിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് എൻകോഡിങ് വേണം. എൻകോഡിങ് പല രൂപത്തിലാകാം. നമ്മൾ മെസ്സേജ് ഒരു ടെക്സ്റ്റ് ആയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ചിത്രമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ വീഡിയോ ആയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ഇമെയിൽ ആയിട്ടായിരിക്കാം, പല രൂപത്തിലാവാം നമ്മൾ എൻകോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ അഡ്രസ് ചെയ്യാൻ പോകുന്ന ആ ഓഡിയൻസിന്റെ അല്ലെങ്കിൽ ആ പബ്ലിക്കിനെ അനുസരിച്ചാണ് നമ്മൾ ഇതിനെ എൻകോഡ് ചെയ്യുക. അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ഇതിനെ ചെയ്യുന്ന രീതികൾക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചുള്ള ഓരോ ഡിവൈസസ് സെലക്ട് ചെയ്യേണ്ടി വരും, അതിനനുസരിച്ചുള്ള മെസ്സേജുകൾ സെലക്ട് ചെയ്യേണ്ടി വരും, അതിനനുസരിച്ചുള്ള ടോണുകളും മറ്റുമൊക്കെ സെലക്ട് ചെയ്യേണ്ടി വരും. അതിന്റെ വിവിധ രൂപങ്ങൾ നമ്മൾ സൂചിപ്പിക്കേണ്ടായി. അതുപോലെ ഡീകോഡിങ്, ഈ മെസ്സേജ് ഡീകോഡ് ചെയ്യുന്നത് ഓരോ ആളുകളും അവരുടേതായ രീതിയിലായിരിക്കും. ഒരാൾ പറഞ്ഞത് അതുപോലെ തന്നെ മറ്റൊരാൾ എടുത്തോളുന്നില്ല, പല രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. ഓരോ മെസ്സേജുകളെയും വ്യാഖ്യാനിക്കാൻ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഓരോ ദിവസത്തെയും പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സുകൾ നോക്കിയാൽ മതി, നമുക്കറിയാൻ പറ്റും ഒരാൾ പറയുന്നത് എങ്ങനെയാണ് മറ്റുള്ളവർ സ്വീകരിക്കുന്നത്. എങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരു നിഷ്കളങ്കമായ ഒരു പ്രസ്താവനയായിരിക്കും ഒരു വലിയ വിവാദത്തിൽ തിരികൊളുത്തുക. ചിലപ്പോ ആ പറഞ്ഞത് തന്നെ വളരെ അതിന്റെ ബിഹൈൻഡില് അല്ലെങ്കിൽ അതിന്റെ ബാക്കില് ഒരു വലിയ ഗൂഢ ഉദ്ദേശം വെച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അത് തന്നെ ഉണ്ടാവും. അത് ഡീകോഡ് ചെയ്ത് എടുക്കാൻ എല്ലാവരും കഴിയണമെന്നുണ്ടാവും. അങ്ങനെ ഉണ്ടാവാം. പല രൂപത്തിൽ നമുക്കിതിനെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ കമ്മ്യൂണിക്കേഷനെ ശ്രദ്ധിച്ചാൽ തന്നെ ഇതെങ്ങനെയാണ് ഇത് ആളുകൾ അതിനെ ഡീകോഡ് ചെയ്യുന്നതെന്നും അതിന്റെ ഒരു കോംപ്ലക്സിറ്റി എത്രമാത്രം വലുതാണെന്നൊക്കെ മനസ്സിലാക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. സോറി. മാസ് മീഡിയ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള മാസ് മീഡിയകളുണ്ട്. നമുക്ക് അറിയുന്നത് പോലെ മാസ് മീഡിയ എന്നുള്ളത് അതൊരു ടേം ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് 1920s അതിനു മുമ്പേ മാസ് മീഡിയ ശരിക്കും കാലകാലങ്ങളിലുണ്ട്. ഓരോ കാലത്തും അതാത് രൂപങ്ങളിലും മാസ് മീഡിയകൾ നിലനിന്നു. പണ്ട് രാജാക്കന്മാര് അവര് മ്യൂസിക് ബാൻഡുകളെ മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ പലതരത്തിലുള്ള വിളംബരങ്ങൾ ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള മാസ് മീഡിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. പക്ഷെ നമ്മുടെ ഒരു കഴിഞ്ഞ 1-2 നൂറ്റാണ്ടുകളായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാസ് മീഡിയ എന്ന് പറയുന്നത് അതിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് 1920s 1920-കളിലാണ്. 1920-കളിലെ റേഡിയോ നെറ്റ്വർക്കുകളും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറുകളും വ്യാപകമായതോടുകൂടിയാണ് മാസ് മീഡിയ എന്നുള്ള ഒരു സംഭവത്തെ ഇന്നത്തെ ഒരു ലോക ചുറ്റുപാടില് മാസ് മീഡിയ ആളുകളുടെ ശ്രദ്ധകളിലേക്ക് വരുന്നത്. അപ്പൊ ഈ റേഡിയോയുടെയും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറുകളുടെയും ഒരു വരവ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനെ വളരെ എളുപ്പമാക്കുകയും വലിയ ആളുകളിലേക്ക് വലിയ സംഖ്യ ആളുകളിലേക്ക് അവരുടെ മെസ്സേജുകളെ പെട്ടെന്ന് എത്തിക്കാനുള്ള ഒരു സൗകര്യം ഈ റേഡിയോയുടെയും ന്യൂസ് പേപ്പറിന്റെയും വരവോടെ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ഒരു വ്യത്യാസം. പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഈ മാസ് മീഡിയയുടെ വരവോട് സംഭവിച്ചൊരു കാര്യമാണ്. ഒറ്റ സമയം കൊണ്ട് നമുക്ക് മില്യൺസ് ഓഫ് പീപ്പിളിലേക്ക്, പ്രത്യേകിച്ച് ഇപ്പൊ ഇന്റർനെറ്റ് കൂടി വന്നതുകൂടി ഇനി ഇതിനൊന്നും പിടിച്ചാൽ കിട്ടാത്തത്ര അത്രയും അൺകൺട്രോളബിൾ ആയ രീതിയിൽ ആളുകളിലേക്ക് മെസ്സേജ് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ടെലിവിഷനും അതോടൊപ്പം തന്നെ ഇന്റർനെറ്റ് കൂടി വന്നപ്പോൾ അതൊരു വലിയൊരു വിപ്ലവം തന്നെ, ഇൻഫർമേഷൻ രംഗത്തൊരു വിപ്ലവം തന്നെ ഉണ്ടാവുകയാണ് ചെയ്തത്. ഈ മാസ് മീഡിയയെ അത് പ്രൊഡ്യൂസേഴ്സ് ആണ്, ഓർഗനൈസേഷൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കൺസ്യൂമേഴ്സ് ആയിട്ട് ഇൻഡിവിജ്വലിലേക്ക് എത്തുന്നു. ഇൻഡിവിജ്വലിലേക്കും മറ്റു ഓർഗനൈസേഷനിലേക്കും മറ്റുള്ള ഭാഗത്തേക്കൊക്കെ എത്തുന്നു. പക്ഷെ ഈ പഴയ കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഇന്റർനെറ്റിന്റെ വരവിന് മുമ്പ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് വലിയ ഓർഗനൈസേഷൻസ് ആയിരുന്നു. ഒരു വ്യക്തി മാത്രമായിട്ടല്ല മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്, മറിച്ച് ഓർഗനൈസേഷനുകളാണ് മെസ്സേജുകൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. സ്വാഭാവികമായിട്ടും ഒരു റേഡിയോ സ്റ്റേഷൻ ആണെങ്കിൽ
ഒരു ന്യൂസ് പേപ്പർ ആണെങ്കിലും അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലാണെങ്കിലും. അപ്പൊ അതിന്റെ പിന്നിലൊക്കെ ഒരുപാട് അധ്വാനം, ഒരുപാട് ആളുകളുടെ അധ്വാനവും ഒരുപാട് സംവിധാനങ്ങളും ആവശ്യമാണ്. വലിയ സംവിധാനങ്ങളും വലിയ ഒരുപാട് ആളുകളുടെ അധ്വാനവും ആവശ്യമുള്ള വലിയ ഓർഗനൈസേഷൻസ് മെസ്സേജുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് കൺസ്യൂമേഴ്സായ ഇൻഡിവിജ്വൽസിലേക്ക് ഈ മെസ്സേജുകൾ കൈമാറുകയും ചെയ്യുന്ന ഒരു രീതിയാണ് മാസ് മീഡിയയിൽ പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുക. കൺസ്യൂമേഴ്സ് ഒരു വലിയ ജനക്കൂട്ടാണ്, പക്ഷെ അത് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടാണ് ലഭിക്കുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ ഈ ഓർഗനൈസേഷൻസ് ഇതിന് കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ പല തരത്തിലുള്ള അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായ താല്പര്യങ്ങൾ ഉണ്ടാവും, അവർക്ക് അതിൻ്റെതായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് അവരുടെ മീഡിയകൾ ഉപയോഗിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം അത് പല പല പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. ഉദാഹരണം അഡ്വർടൈസ്മെന്റിന് ഉപയോഗിക്കാം, മാർക്കറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കാം, പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, പബ്ലിക് റിലേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ പല രീതിയിലും പല രൂപത്തിലും എന്ത് ചെയ്യാൻ പറ്റും, മാസ് മീഡിയകൾ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പൊ ഒരു പ്രൊപ്പഗണ്ട, ഒരു കാര്യം സമൂഹത്തിലെ ഒരു കാര്യം പ്രചരിപ്പിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടികളുടെ, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇലക്ഷൻ ക്യാമ്പയിനുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇലക്ഷൻ ക്യാമ്പയിനുകളിൽ അവർക്ക് അവരുടേതായ ഒരു പ്രൊപ്പഗണ്ട ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ലക്ഷ്യം വെക്കുന്ന ചില അജണ്ടകൾ ഉണ്ടാവും. ഈ അജണ്ടകൾക്ക് വേണ്ടിയിട്ട് അവർ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി അതിന് സെറ്റ് ചെയ്യും. അപ്പൊ ഇത് അസത്യമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും മീഡിയകൾ ഉപയോഗിക്കാം. നമുക്ക് അറിയുന്ന പോലെ ഇന്റർനാഷണൽ രംഗത്ത് നോക്കുകയാണെങ്കിൽ ഇസ്രായേലി മീഡിയകള് അവരുടെ ഒരു മീഡിയ സംവിധാനം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങള്, ഓരോ രാജ്യങ്ങളും ഇതിനെ ഉപയോഗിക്കുന്ന രീതികള് ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോ ഉദാഹരണമായിട്ട് ഇപ്പോ അമേരിക്ക ഇറാഖിനെ കീഴടക്കിയ സമയത്ത് അവർ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാഖിലെ മാസ് എന്താ പറയാ ലോകത്തെ മുഴുവൻ സംഹരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കെമിക്കൽ വെപ്പൺസ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള മാസ് ഡിസ്ട്രക്ഷൻ വെപ്പൺസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക അതിനെ നേരിട്ടത്. അപ്പൊ അതൊരു പ്രോപ്പഗണ്ട ക്രിയേറ്റ് ചെയ്ത് ലോകം മുഴുവനും അങ്ങനെ ഒരു നീതീകരണം ഉണ്ടാക്കിയെടുത്തിട്ടാണ് അവരതിലേക്ക് പോകുന്നത്. ഉദാഹരണം പറയുന്നത്, അപ്പൊ ഈ രൂപത്തില് മീഡിയകളെ ഉപയോഗിച്ചുകൊണ്ട്, മാസ് മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ചും രൂപപ്പെടുത്താൻ പറ്റും. അതുപോലെ അഡ്വർടൈസിങ് ആവശ്യങ്ങൾക്ക്, അത് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞുകൊണ്ടാകാം, ചിലപ്പോൾ അഡ്വർടൈസിങ് ആയിരിക്കും ഉദ്ദേശം, പക്ഷെ അഡ്വർടൈസിങ് ആണെന്ന് പറഞ്ഞോളന്നില്ല. പബ്ലിക് റിലേഷൻസിന് വേണ്ടി ഉപയോഗിക്കും കമ്പനികൾ, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, അതല്ലെങ്കിൽ മറ്റു ഗവൺമെന്റ് ഇവരൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കും. പൊളിറ്റിക്കൽ മെസ്സേജുകൾ കൈമാറാൻ വേണ്ടി ഉപയോഗിക്കും. ഈ രൂപത്തിലൊക്കെ വിവിധ തരത്തിൽ നമ്മുടെ മാസ് മീഡിയകളെ ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഇന്റർനെറ്റിന്റെ വരവോട് കൂടി സംഭവിച്ചതെന്ന് വെച്ചാല്, ഈ ഇന്റർനെറ്റിന്റെ വരവിന് മുമ്പ് മാസ് മീഡിയയുടെ പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻസ് ആയിരുന്നു. പക്ഷെ ഇന്റർനെറ്റിന്റെ വരവോട് കൂടി മാസ് മീഡിയ പ്രൊഡ്യൂസ് ചെയ്തത് ഇൻഡിവിജ്വലിലേക്ക് മാറി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇൻഡിവിജ്വലിന് പോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വലിയ ജനക്കൂട്ടത്തിലേക്ക് ഒരു മെസ്സേജ് എത്തിക്കാൻ ഒരു വലിയ ഓർഗനൈസേഷന്റെ ആവശ്യമില്ല. മറിച്ച് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ള ഒരാൾക്ക് അയാളുടെ മില്യൺസ് ഫോളോവേഴ്സിന്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലുള്ള ഒരു വ്യക്തിക്ക് അയാളുടെ മില്യൺസ് ഫോളോവേഴ്സിന് തന്റെ മെസ്സേജുകൾ ഒറ്റ സമയം വളരെ വേഗത്തിൽ കൈമാറാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഇന്റർനെറ്റിന്റെ ശക്തി വരവിലൂടെ ഉണ്ടായിത്തീരുന്നത്. ബ്ലോഗുകള്, പോഡ്കാസ്റ്റുകള്, എന്താവട്ടെ, യൂട്യൂബ് വീഡിയോസ്, ഇതുപോലുള്ള ട്വിറ്റർ പോലത്തെ, എക്സ് പോലത്തുള്ള പ്ലാറ്റ്ഫോംസ്, ഇതൊക്കെയും വലിയൊരു ചേഞ്ചസ് ആണ് ഈ ഒരു മാസ് മീഡിയ രംഗത്ത് കൊണ്ടുവന്നത്. അതുവരെ പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻസും കൺസ്യൂമേഴ്സ് ഇൻഡിവിജ്വൽസും ആയിരുന്നെങ്കിൽ ഇൻഡിവിജ്വൽസും തന്നെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് മാസ് മീഡിയ രംഗത്ത് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് മാറ്റുന്ന ഒരു സംഭവമാണ് ഇന്റർനെറ്റിന്റെ വരവോടെ ഉണ്ടായിത്തീരുന്നത്. അതോടൊപ്പം തന്നെ ആ രംഗത്ത് വന്ന മറ്റൊരു കാര്യമാണ് മെയിൻ സ്ട്രീം മീഡിയ, ന്യൂ മീഡിയ എന്നുള്ള ഒരു കൺസെപ്റ്റും ഇതിന്റെ ഭാഗമായി വളർന്നു വരുന്നുണ്ട്. ഈ ഇന്റർനെറ്റ് മീഡിയയുടെ വരവോട് കൂടിയിട്ട് ഉണ്ടായതാണ്. മെയിൻ സ്ട്രീം മീഡിയ, മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് മലയാളത്തിൽ പറയാം. മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ അവര് പൊതുവായ ഒരു വോയിസ് ഉണ്ടാവും, അല്ലെങ്കിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ഡോമിനന്റ് ആയിട്ടൊരു വോയിസ് ഉണ്ടാവും. ആ ഡോമിനന്റ് ആയ വോയിസിനെ, അല്ലെങ്കിൽ അത്തരം ചിന്തകളെ മാത്രം റെപ്രസെന്റ് ചെയ്യുകയാണ് പൊതുവെ മെയിൻ സ്ട്രീം മീഡിയകൾ ചെയ്യുക. അപ്പൊ മെയിൻ സ്ട്രീം മീഡിയകൾക്ക് അപ്പുറത്തേക്ക് ഈ ന്യൂ മീഡിയ വരവോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ വരവോട് കൂടിയിട്ട് ഒരുപാട് ആൾട്ടർനേറ്റീവ് മീഡിയകൾക്ക് വരാനുള്ള, ബദൽ മീഡിയകൾക്ക് വരാനുള്ള അവസരങ്ങൾ ഉണ്ടായി. അപ്പോൾ സാധാരണ ഡോമിനന്റ് മീഡിയ നരേറ്റീവിനെതിരായി ഒരു ആൾട്ടർനേറ്റീവ് മീഡിയ സംസ്കാരം, അല്ലെങ്കിൽ ഒരു ന്യൂ മീഡിയ സംസ്കാരം കൊണ്ടുവരുന്നതിനും ഇന്റർനെറ്റ് സഹായിക്കുന്നുണ്ട്. അതില് വ്യക്തികളുടെ സംവിധാനങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ അത്തരം ചിന്താഗതിയുള്ള ഓർഗനൈസേഷൻസും അത്തരം കാര്യങ്ങൾ വരും. ഇപ്പൊ ഇന്ത്യയിലെ
ഒരു മാധ്യമരംഗം നമ്മൾ എടുക്കുകയാണെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയകൾ മുഴുവൻ കൈയടക്കിയിരിക്കുമ്പോൾ സത്യം മനസ്സിലാക്കാൻ പലപ്പോഴും ആളുകൾക്ക് ആൾട്ടർനേറ്റീവ് മീഡിയകളെ, അതല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീം മീഡിയകളിൽ നിന്ന് വ്യത്യസ്തമായി, ഉദാഹരണമായിട്ട് ദ വയർ എന്ന് പറയുന്ന വെബ്സൈറ്റ്, അവരുടെ ഒരു മീഡിയ ലൈൻ എന്ന് പറയുന്നത് നമുക്കൊരു ആൾട്ടർനേറ്റീവ് മീഡിയ ആയിട്ട്, അല്ലെങ്കിൽ മറ്റൊരു മെയിൻ സ്ട്രീം മീഡിയ വ്യത്യസ്തമായ ഒന്നായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പൊ ഇത്തരത്തിലുള്ള മീഡിയ സംവിധാനങ്ങളൊക്കെ ഇന്റർനെറ്റിന്റെ വരവോട് കൂടിയായിട്ടാണ് യാഥാർത്ഥ്യമായത്. അതേസമയം ഈ ഇന്റർനെറ്റ് വരവോട് സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ കണക്ഷൻ ഇല്ലാതായി എന്നുള്ളതാണ്. ആ സൊസൈറ്റിയിലെ കണക്ഷൻ നഷ്ടപ്പെടുകയും ആളുകൾ ഇൻഡിവിജ്വലായിട്ടാണ് ഇതിനെ ഓരോന്നിനെയും സ്വീകരിക്കുന്നത്. ആ ഒരു തരത്തിലേക്ക് സോഷ്യൽ കണക്ഷൻസ് കുറയ്ക്കുന്ന ഒരു സംവിധാനം കൂടി ഇതിന്റെ ഭാഗമായിട്ട് മാറി വന്നിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ഈ മാസ് മീഡിയ എന്ന് പറയുന്നതിൽ പല ടൈപ്പുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ റേഡിയോ ഉണ്ടാവും, ടെലിവിഷൻ ഉണ്ടാകും, ന്യൂസ് പേപ്പേഴ്സ് വരുന്നുണ്ട്, ഇന്റർനെറ്റ് വരുന്നുണ്ട്, മൊബൈൽ വരുന്നുണ്ട്. നമുക്ക് വിശദമായിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാം. അതിന്റെ താഴെ സംസാരിക്കാം. ജേർണലിസം, മാസ് മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ അതിലെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് ജേർണലിസം എന്ന് പറയുന്നത്. എന്താണ് ശരിക്കും ജേർണലിസം എന്ന് പറഞ്ഞാൽ? നമ്മൾ പത്രപ്രവർത്തനം എന്ന് മലയാളത്തിൽ പറയുന്ന ജേർണലിസം. Journalism is a discipline of collecting, analyzing, verifying, and presenting information regarding current events, trends, issues, and people. Those who practice journalism are known as journalists. ആളുകളെ കുറിച്ചോ, ട്രെൻഡുകളെ കുറിച്ചോ, പ്രശ്നങ്ങളെ കുറിച്ചോ, അല്ലെങ്കിൽ നിലവിലുള്ള കറന്റ് ഇവന്റുകൾ, നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളെ കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻ, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അത് വിശകലനം ചെയ്യുകയും അത് സത്യമാണെന്ന് ഉറപ്പുവരുത്തുകയും അതിന് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനാണ് നമ്മൾ ജേർണലിസം എന്ന് പറയുന്നത്. ചെയ്ത ആൾക്കാരെ നമ്മൾ ജേർണലിസ്റ്റുകൾ എന്ന് വിളിക്കാറുമുണ്ട്. അപ്പൊ ഇത് പിന്നെ ജേർണലിസം എന്നുള്ള ഒരു ടേം കോയിൻ ചെയ്യപ്പെടുന്നത് 1500-കളിലാണ്. യൂറോപ്പിലെ പ്രിന്റ് മീഡിയയുടെ വരവോട് കൂടിയിട്ടാണ് ജേർണലിസം എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നതും അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടാവുന്നതും ഈ 1500-കളിൽ യൂറോപ്പിലെ പ്രിന്റ് മീഡിയയുടെ വരവോട് കൂടിയിട്ടാണ്. അപ്പോൾ പ്രിന്റ് കണ്ടുപിടിച്ചപ്പോൾ ആദ്യമൊക്കെ പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിക്കുകയും പ്രിന്റിംഗ് രംഗത്തുകയും ചെയ്തപ്പോൾ ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്ന റിലീജിയസ് ടെക്സ്റ്റുകൾ പ്രിന്റ് ചെയ്യാനും റിലീജിയസ് മെസ്സേജുകൾ കൈമാറാനും വേണ്ടിയിട്ടായിരുന്നു ആദ്യകാലങ്ങളിൽ പ്രിന്റ് ഉപയോഗിച്ചിരുന്നത്. പിന്നീടാണ് ആളുകൾ ഈ പ്രിന്റ് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ പരസ്പരം കൈമാറാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിലേക്ക് ആൾക്കാർ വരുന്നതും അതിനനുസരിച്ച് പത്രങ്ങൾ രൂപപ്പെടുന്നതും ന്യൂസ് പേപ്പറുകൾ ഉണ്ടാവുകയും അത് ആളുകൾക്ക് വായിക്കാവുന്ന രീതിയിൽ അത് പ്രിന്റ് ചെയ്യപ്പെടുകയും അങ്ങനെ വളരെ പെട്ടെന്ന് ന്യൂസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, എന്റർടൈൻമെന്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രിന്റ് മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഒരു മാസ് അപ്രോച്ച് ജനങ്ങളിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളിലേക്ക് ഒന്നിച്ചെത്തുക എന്ന് പറയുന്ന ഒരു അപ്രോച്ച് കമ്മ്യൂണിക്കേഷൻ രംഗത്ത് വരുന്നത് ഈ സമയത്താണ്, ഈ പ്രിന്റ് മീഡിയയുടെ വരവോട് കൂടിയിട്ടാണ്. ന്യൂസ് മീഡിയയുടെ പ്രിന്റ് മീഡിയയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും അതൊരു ഹിസ്റ്ററിയുടെ ഒരു ഭാഗം കൂടിയാണ് ശരിക്കും. ഫസ്റ്റ് റഫ് ഡ്രാഫ്റ്റ് ഓഫ് ഹിസ്റ്ററി എന്നാണ് ന്യൂസ് ഓറിയന്റഡ് ജേർണലിസത്തെ സാധാരണ വിളിക്കപ്പെടാറുള്ളത്. എന്ന് പറഞ്ഞാല് ഒരു ചരിത്രത്തെ പിന്നീടുണ്ടാകാവുന്ന ചരിത്രത്തിന്റെ ഒരു റഫ് ഡ്രാഫ്റ്റ് ആണ് ഈ ന്യൂസ് സ്റ്റോറീസുകൾ എന്നുള്ളതാണ്. ഇന്നത്തെ പത്രം നാളത്തെ ചരിത്രമായി മാറുന്നു എന്നുള്ളതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ജേർണലിസത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഗേറ്റ് കീപ്പർ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. എന്താണ് ഈ ഗേറ്റ് കീപ്പർ എന്ന് പറഞ്ഞാല്? സാധാരണ പത്രങ്ങളിലൊക്കെ ഒരു എഡിറ്റഡ്, നമ്മൾ ഇന്റർനെറ്റ് വ്യത്യസ്തമായി ഒരു ന്യൂസ് ഒരു പ്രിന്റ് ആൻഡ് ടെലിവിഷൻ മീഡിയയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഗേറ്റ് കീപ്പിംഗ് കാലഘട്ടം എന്നാണ് അതിനെ വിളിക്കപ്പെടാറുള്ളത്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എഡിറ്റർ ഉണ്ടാവും. ഈ എഡിറ്റർ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ എഡിറ്റർ വെരിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പബ്ലിക്കിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഗേറ്റ് കീപ്പർ ആണ് എഡിറ്റ് ചെയ്യുകയും അയാൾ പ്രൂഫ് റീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾ എഡിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾ വിഷ് ചെയ്യുന്ന കാര്യങ്ങൾ. ഒരു ന്യൂസ് വന്നാൽ ആ ന്യൂസ് പുറത്ത് കൊടുക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ എഡിറ്റർക്ക് അവകാശമുണ്ട്. അപ്പോൾ എഡിറ്റർ ഒരു ഗേറ്റ് കീപ്പറാണ്. ഈ ഗേറ്റ് കീപ്പറിന്റെ സമ്മതത്തോട് കൂടിയിട്ട് മാത്രമേ എന്തും പുറത്തേക്ക് പോകുന്നുള്ളൂ. അതാണ് ഈ ഒരു ജേർണലിസത്തിന്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതേസമയം ന്യൂ മീഡിയയുടെ വരവോട് കൂടിയിട്ട് പ്രത്യേകിച്ചും ഇന്റർനെറ്റ് യുഗത്തിൽ ഈ ഗേറ്റ് കീപ്പിംഗ് സിസ്റ്റം എന്നുള്ളത് അവസാനിക്കുകയും
ആർക്കും എന്തും പബ്ലിഷ് ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥ വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതിന്റെ മറ്റൊരു വശമാണ്. അപ്പൊ ഇവിടെ അക്കൗണ്ടബിലിറ്റി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. കാരണം ഒരു ന്യൂസ് എല്ലാവർക്കും ആവശ്യം അവരുടെ ന്യൂസ് അല്ലെ, നമ്മൾ ചാനലുകളൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും, ഫസ്റ്റ് ഓൺ ദിസ് ചാനൽ, ഇന്ന ചാനലാണ് അത് ആദ്യമായി പബ്ലിഷ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പൊ ആദ്യം ആര് പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ക്രെഡിറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൽ, അതിന് വേണ്ടിയിട്ടുള്ള മത്സര ഓട്ടത്തിൽ പലപ്പോഴും സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അക്യുറസി അല്ലെങ്കിൽ ക്വാളിറ്റി നഷ്ടപ്പെടുത്തുന്ന, അതിന് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ പലപ്പോഴും ന്യൂസ് ചാനലുകൾക്കും പത്രങ്ങൾക്കും മറ്റുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അപ്പൊ ആ വെരിഫിക്കേഷൻ ഇല്ലാത്ത ഒരു തലത്തിലേക്ക് ഈ ന്യൂസിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിനിടയിൽ വെരിഫിക്കേഷൻ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകളുണ്ട്. അവിടെയാണ് അക്കൗണ്ടബിലിറ്റിയും അതുപോലെ തന്നെ ക്വാളിറ്റിയും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അതിന് ഓരോ ഓർഗനൈസേഷൻസും അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യുകയും ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവര് ന്യൂസുകളെയും ഇവന്റുകളെയും അവർക്ക് പിന്നെ മറ്റു കാര്യങ്ങളെയും ഒക്കെ സമീപിക്കുകയും അതിനനുസരിച്ച് അതിനെ അവരുടേതായ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് അവരുടേതായ ഒരു പോളിസിക്ക് അനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഈ ഒരു തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റി ജേർണലിസത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഫസ്റ്റ് എന്നതിനപ്പുറം, ആദ്യം ആര് പബ്ലിഷ് ചെയ്തതിനപ്പുറം ഇത് കൃത്യം വെരിഫൈ ചെയ്യുക എന്നുള്ളതും അക്യുറേറ്റ് ആയിരിക്കുക എന്നുള്ളതും അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതും ഒരു ജേർണലിസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അടുത്ത ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് ബ്രോഡ്കാസ്റ്റിംഗും ടെലികാസ്റ്റിംഗുമാണ്. ന്യൂസ് പേപ്പറിൽ നിന്നും ജേർണലിസം, ന്യൂസ് പേപ്പർ പ്രിന്റ് മീഡിയ വന്നു, അതിൽ നിന്ന് ന്യൂസ് പേപ്പറുകൾ ഉണ്ടായി. ആ ന്യൂസ് പേപ്പറുകളുടെ വരവോട് കൂടിയിട്ട് പിന്നെ അല്ലെങ്കിൽ പ്രിന്റ് മീഡിയയുടെ വരവോട് കൂടിയിട്ട് ജേർണലിസം ഡെവലപ്പായി. ജേർണലിസത്തില് പ്രധാനപ്പെട്ട കുറെ കൺസെപ്റ്റുകൾ ഉയർന്നു വന്നു. ജേർണലിസത്തിൽ നിന്നും പിന്നെ മനുഷ്യൻ മുന്നോട്ട് പോയപ്പോൾ ബ്രോഡ്കാസ്റ്റിംഗ്, ടെലികാസ്റ്റിംഗ് ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ള ഒരു സംവിധാനം നിലവിൽ വന്നു. അതിൽ ഓഡിയോ ആൻഡ് വീഡിയോ സിഗ്നൽസ് ലിസണേഴ്സിന് അല്ലെങ്കിൽ വ്യൂവേഴ്സിന്, കേൾവിക്കാർക്ക് അല്ലെങ്കിൽ കാഴ്ചക്കാർക്ക്, ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് കേൾവിക്കാർക്ക് അല്ലെങ്കിൽ കാഴ്ചക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമായി ബ്രോഡ്കാസ്റ്റിംഗ് നിലവിൽ വരികയാണ്. അപ്പൊ അത് പിന്നെ മാസ് മീഡിയയുടെ മറ്റൊരു ഘട്ടമാണ്. ടെലിവിഷനും റേഡിയോ പ്രോഗ്രാംസും വന്നതോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾക്ക്, പ്രത്യേകിച്ചും വായിക്കാൻ അറിയാത്ത ആൾക്കാർക്ക്, ഇല്ലിറ്ററേറ്റ് ആയ ആൾക്കാർക്ക്, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഈ ഇല്ലട്രസി വളരെ കൂടുതലുള്ള ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ടെലിവിഷന്റെയും റേഡിയോയുടെയും വരവോട് കൂടിയിട്ട് മാസ് മീഡിയ രംഗത്ത് വലിയ വ്യത്യാസമാണ് വന്നത്. വലിയ കുതിച്ചുചാട്ടം തന്നെ സംഭവിച്ചെന്ന് പറയാം. അപ്പൊ ഏതാളുകൾക്കും കേൾക്കാനും കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്ന രീതിയിൽ ബ്രോഡ്കാസ്റ്റിംഗ് നിലവിൽ വന്നു. ആ ബ്രോഡ്കാസ്റ്റിംഗിന് ഒപ്പം തന്നെ കേബിൾ പ്രോഗ്രാമുകൾ, മാസ് മീഡിയയുടെ ഒരു ഡെവലപ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഏതിൽ നിന്നും ഏതിലേക്ക് എത്തി എന്നുള്ളതിന്റെ ഒരു ഡെവലപ്മെന്റ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ നിന്ന് പിന്നെ ബ്രോഡ്കാസ്റ്റിംഗിൽ തന്നെ സാധാരണ ഉള്ള നമുക്ക് പഴയകാല ദൂരദർശൻ ചരിത്രങ്ങളൊക്കെ നമുക്ക് അറിയാം അല്ലെ, ആകാശവാണി, ദൂരദർശൻ, അതൊക്കെയാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ദൂരദർശനിലേക്ക് മറ്റ് പുതിയ കേബിൾ ചാനലുകൾ വരവോട് കൂടിയിട്ട് ഒന്നുകൂടി ആ രംഗത്ത് അടുത്ത ഒരു ഘട്ടം നിലവിൽ വരികയാണ് ചെയ്തത്. അപ്പൊ അതിൽ ഒരു എക്വിപ്മെന്റിലൂടെ പിന്നെ സീരിയലുകൾ ഡീകോഡ് ചെയ്യാനും എൻകോഡ് ചെയ്യാനും സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും സബ്സ്ക്രിപ്ഷൻ ബേസിലും അതുപോലെ പിന്നെ വ്യൂ ബേസിലും ഒക്കെ പേയ്മെന്റ് ബേസിലും ഒക്കെ പേ ചെയ്തുകൊണ്ട് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതിലൂടെ നമുക്ക് ഒരുപാട് ചാനലുകൾ കാണാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ കേബിൾ ടെലിവിഷൻ, സാറ്റലൈറ്റ് ടെലിവിഷൻ വഴിയൊക്കെ ഉണ്ടാവുകയാണ് പിന്നീട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരേ ചാനലുകൾക്ക് തന്നെ ഒരേ സമയം അവർക്ക് തന്നെ ഒന്നിലധികം ഒരേ ഓർഗനൈസേഷൻ തന്നെ ഒന്നിലധികം ചാനലുകൾ, ഇപ്പൊ BBC-ക്ക് 1, 2, 3, 4, അൽ ജസീറ ചാനലാണെങ്കിൽ അവർക്ക് അവരുടേതായ പല അൽ ജസീറ സ്പോർട്സ്, അൽ ജസീറ ന്യൂസ്, അൽ ജസീറ ലൈഫ്, ഇങ്ങനെ പല തരത്തിലുള്ള ചാനലുകൾ ഉണ്ടാവും. ഇതുപോലെ ഓരോ ചാനലുകളും അല്ലെങ്കിൽ ഓരോ ടെലിവിഷൻ ചാനലുകളും ഇത്തരത്തിൽ പല രൂപത്തിലുള്ള ഒന്നിലധികം ചാനലുകൾ, ഡിജിറ്റൽ ചാനലുകൾ ഒക്കെ വരുന്ന ഒരു രീതിയിലേക്കാണ് പിന്നീട് നമ്മൾ പോകുന്നത്. പിന്നെ റേഡിയോ, ടെലിവിഷൻ ആ ഒരു തരത്തിൽ നിന്നും പിന്നീട് ഡിജിറ്റലിലേക്ക് കൂടി നീങ്ങുകയാണ് അടുത്തൊരു ഘട്ടത്തിൽ ഉണ്ടാവുന്നത്. ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജിയുടെ വരവോട് കൂടി പിന്നെ മാസ് മീഡിയയുടെ ഏറ്റവും പുതിയ ഒരു തരത്തിലേക്കാണ് നമ്മൾ പിന്നീട് നീങ്ങുന്നത്. അപ്പോൾ ഇതില് പിന്നെ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് നമുക്ക് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളുടെ, ഇന്റർ കണക്റ്റഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളുടെ ഒരു നെറ്റ്വർക്കിനാണ് നമ്മൾ ശരിക്കും പറയുന്നത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് അല്ലെ. It is worldwide publicly accessible network of interconnected computer networks that transmit data by packet switching using the standard internet protocol. അതിന്റെ ഒരു പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. നമ്മുടെ എക്സാമിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നന്നാവും.
ഇതില് പിന്നെ ഇന്റർ കണക്റ്റഡ് ആയ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളുടെ ഒരു ലോകത്തിലൂടെ ഒരു പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മെസ്സേജുകൾ കൈമാറാനും വളരെ വേഗത്തിൽ ലോകത്തുള്ള ഏത് ഭാഗത്തുള്ള ആളുകളുമായി സംസാരിക്കാനും അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർക്ക് ഫയലുകളാവട്ടെ മറ്റ് ഡോക്യുമെന്റുകളാവട്ടെ അതൊക്കെ കൈമാറാനും ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനും ഒക്കെ കഴിയുന്ന രീതിയിൽ ഒരു പുതിയ സംവിധാനമാണ് ഇന്റർനെറ്റിലൂടെ നിലവിൽ വന്നത്. അതിൽ ഇമെയിൽ ഉണ്ട്, ഫയൽ ഷെയറിംഗ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. ഇപ്പോ ഇന്റർനെറ്റിന്റെ ആ തുടക്കം പോലെയല്ല ഇപ്പോൾ ഉള്ളത്. അതൊക്കെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അതിന് വലിയ വ്യത്യാസമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പം വെബ് എന്ന് പറയുന്നത് ഇന്റർനെറ്റിലെ സർവീസ് മാത്രമാണ്. വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ WWW എന്നുള്ളത് ഇന്റർനെറ്റിലെ സർവീസാണ്. അതുപോലെ പല സർവീസുകൾ, ഇമെയിൽ മറ്റൊരു സർവീസാണ്, ഫയൽ ഷെയറിംഗ് സംവിധാനങ്ങൾ മറ്റൊരു സർവീസാണ്. അങ്ങനെ പലതരത്തിലുള്ള സർവീസുകൾ ഇന്റർനെറ്റിനകത്ത് നിലനിൽക്കുന്നു. അപ്പൊ ഇത് മാസ് മീഡിയയിൽ വലിയൊരു ചലനം, പുതിയ തരത്തിലുള്ള ചലനം സൃഷ്ടിക്കാൻ ഇവയ്ക്ക് സാധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്ന മറ്റൊന്നാണ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. എന്താണ് പബ്ലിഷിംഗ്? പബ്ലിഷിംഗ് എന്ന് പറയുന്നത് ആ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പബ്ലിഷിംഗ് ഈസ് ദ ഇൻഡസ്ട്രി കൺസേൺ വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് ലിറ്ററേച്ചർ ഓർ ഇൻഫർമേഷൻ, ദ ആക്ടിവിറ്റി ഓഫ് മേക്കിംഗ് ഇൻഫർമേഷൻ അവൈലബിൾ ഫോർ പബ്ലിക് വ്യൂ. ഇൻ സം കേസസ് ഓതേഴ്സ് മേ ബി ദെയർ ഓൺ പബ്ലിഷേഴ്സ്. പബ്ലിഷിംഗ് എന്നുള്ളത് ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായി ഉണ്ടാക്കിയിരുന്ന സംഭവമാണ്. അപ്പോ അത് ഈ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ അതിനെ പബ്ലിക്കിന് വേണ്ടി അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ട്രഡീഷണലി നമ്മൾ പബ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പുസ്തകങ്ങള്, ന്യൂസ് പേപ്പറുകള്, അത്തരം കാര്യങ്ങളായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ന്യൂ ഡിജിറ്റൽ യുഗത്തില് പബ്ലിഷിംഗ് എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, പ്രിന്റ് മാത്രമല്ല, മറിച്ച് വെബ്സൈറ്റ്, ആർട്ടിക്കിൾ പബ്ലിഷിംഗ്, വെബ്സൈറ്റ് പബ്ലിഷിംഗ്, ബ്ലോഗ് പബ്ലിഷിംഗ്, യൂട്യൂബിലെ വീഡിയോ പബ്ലിഷിംഗ്, സോഷ്യൽ മീഡിയ പോസ്റ്റ് പബ്ലിഷിംഗ്, ഇതെല്ലാം പബ്ലിഷിംഗിന്റെ ഭാഗമായി അത് വന്നു ചേരുന്നുണ്ട്. അപ്പോ പബ്ലിഷിംഗ് എന്നുള്ളത് ഒരു മ്യൂസിക്കൽ വർക്കുകൾ, സോഫ്റ്റ്വെയർ എന്തുമാവട്ടെ ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്നതൊക്കെ ഒരു ബിസിനസ്സായി ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഈ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായി അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായി തീരുകയാണ്. മാസ് കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രധാന ഒരു പ്രോസസ്സാണ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. പബ്ലിഷിംഗിൽ തന്നെ പല ഘട്ടങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗലിയും പബ്ലിക്കേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഒരാൾക്ക് ഒരു ഫോർമലായിട്ട് ഒരാൾക്ക് നോട്ടീസ് പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഒരാളെ കുറിച്ച് അയാൾക്ക് ബാങ്ക്രപ്റ്റ് ആണ് എന്ന് പറഞ്ഞ ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്യണമെങ്കിൽ അതിന് പബ്ലിഷ് ചെയ്യാതെ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ആ കാര്യം പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ലീഗലായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരാളെ മാരേജ് പബ്ലിഷ് ചെയ്യണം, അങ്ങനെ പലതരത്തിലുള്ള വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പോലും ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ പബ്ലിക്കേഷൻ, ഡിഫമേഷൻ കേസസ്, പലതരത്തിലുള്ള കേസുമായി ബന്ധപ്പെട്ടൊക്കെ പബ്ലിക്കേഷൻ എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ വലിയ പ്രധാനപ്പെട്ട ആവശ്യമായി അവരുടെ മുന്നോട്ട് പോകേണ്ട ആവശ്യമായി മാറുന്നത് കൂടി മാസ് മീഡിയയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. ഈ മാസ് മീഡിയ രംഗത്തെ ഏറ്റവും വലിയ ഒരു വിപ്ലവം എന്ന് പറയുന്നത് മൊബൈലാണ്. മൊബൈൽ എന്നുള്ളത് ഇന്റർനെറ്റിന്റെ വരവോട് കൂടിയാണ്. മൊബൈലിന്റെയും അതിനുശേഷം മൊബൈലിന്റെ വരവോട് കൂടിയിട്ട് ആ ഇന്റർനെറ്റിന് ഉണ്ടാക്കി തീർത്ത ഒരു വിപ്ലവത്തെ അതിന് ഡബിൾ ചെയ്യാൻ, വീണ്ടും മൾട്ടിപ്ലക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈലിന്റെ വരവോട് കൂടി സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. 1997 ജപ്പാനിലാണ് മൊബൈൽ ഫോണുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതൊരു മാസ് മീഡിയ ആയിട്ട് മാറുന്നത് 1998 ആദ്യമായി റിംഗ് ടോൺസുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന റിംഗ് ടോൺസുകൾ ഫിൻലാൻഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതോട് കൂടിയിട്ടാണ് മൊബൈൽ ഫോണുകളെ ഒരു മാസ് മീഡിയ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംവിധാനം വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള റിംഗ് ടോൺസുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമ്പോൾ അത് കൊടുക്കുന്ന മെസ്സേജുകൾ ഒരു മാസ് മെസ്സേജ് ആയിട്ടാണ് പരിഗണിക്കപ്പെടുക. അപ്പൊ അത്തരത്തില് ഒരു 1998 ഫിൻലാൻഡിലെ റിംഗ് ടോൺസിന്റെ വരവോട് കൂടിയിട്ടാണ് മാസ് മീഡിയ രംഗത്തേക്ക് മൊബൈലിന്റെ കടന്നുവരവ് ഒരു നമ്മുടെ ചർച്ചയുടെ ഭാഗമായി, ഡിസിപ്ലിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ടിവിയെക്കാളും ഇന്റർനെറ്റിന്റെ ഒരു കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ, കൂടുതൽ ആളുകൾക്ക് പെട്ടെന്ന് കൂടുതൽ ആളുകളെ ഇന്ററാക്ട് ചെയ്യാൻ നമുക്ക് മൊബൈൽ വഴി സാധിക്കുകയുണ്ടായി. മൊബൈലിന്റെ വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പോലെ ആർക്കും എവിടെയും കൊണ്ടു നടക്കാവുന്നതാണ്, എപ്പോഴും കണക്റ്റഡ് ആണ്. അതിൽ പേയ്മെന്റ് സംവിധാനങ്ങളുണ്ട്, ക്രെഡിറ്റ് കാർഡിന്റെ ആവശ്യമില്ല, അത് നമുക്ക് പേ ചെയ്യാൻ പറ്റും, മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. 100,000 നമുക്ക് അതിന്റെ ഗുണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. SMS മെസ്സേജുകളാവട്ടെ, വാട്സപ്പ് മെസ്സേജുകളാവട്ടെ, മറ്റു മൾട്ടിമീഡിയ ഉപയോഗങ്ങളാവട്ടെ, പുതിയ ആപ്പുകളാവട്ടെ, അതിനപ്പുറത്തേക്ക് ഇനി പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പല തരത്തിലുള്ള ടെക്നോളജികളാവട്ടെ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മൊബൈലിൽ നിന്നും
ഒരേ സമയം ഒരുപാട് ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന സംവിധാനങ്ങളുടെ ഭാഗമായി മാസ് മീഡിയയുടെ ഭാഗമായി മൊബൈലും കൂടി കടന്നു വരികയുണ്ടായി. മൊബൈലിന്റെ കൂടി വരവോട് കൂടിയിട്ട് മാസ് മീഡിയ രംഗം തന്നെ ശരിക്കും മാറിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ യൂണിറ്റിൽ നെക്സ്റ്റ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഇത് നമ്മൾ പറഞ്ഞത് വിവിധ തരത്തിലുള്ള മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ ടൈപ്സ് ആണ്. അതിന്റെ ഓരോ ഘട്ടങ്ങളും പിന്നെ പ്രിന്റ് മീഡിയ തുടങ്ങി, പിന്നീട് അത് പിന്നെ ടിവിയിലേക്കും റേഡിയോയിലേക്കും ടിവിയിലേക്കും പോയി, അവിടുന്ന് ഇന്റർനെറ്റ് വന്നു, പിന്നെ അവിടെ ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിത്തീർന്നു. അതോടൊപ്പം തന്നെ മൊബൈലിന്റെ ഉപയോഗം കൂടി മാസ് മീഡിയ രംഗത്തേക്ക് വന്നു. ഇതിലൂടെ വലിയ വിപ്ലവങ്ങൾ സാധിക്കാൻ എടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ഇനി മാസ് മീഡിയയുടെ ഇമ്പാക്റ്റുകളാണ് നമ്മൾ പറയുന്നത്. മാസ് മീഡിയയുടെ ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം പിന്നെ ഒരു ഓറൽ സൊസൈറ്റിയിൽ നിന്ന് മീഡിയ സൊസൈറ്റിയിലേക്കുള്ള ഒരു പിന്നെ ചേഞ്ച് അല്ലെങ്കിൽ ഒരു യാത്ര, ഒരു ജേണിയാണ് ശരിക്കും മാസ് മീഡിയയോട് സംഭവിക്കുന്നത്. അതുവരെ പിന്നെ ഇന്റർപേഴ്സണൽ ചാറ്റുകളും ഇന്റർപേഴ്സണൽ സംസാരങ്ങളും മാത്രം ഉണ്ടായിരുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നും മീഡിയ സംസ്കാരം വരുന്നതോടെ വായിക്കുന്ന ആളുകൾ, കേൾക്കുന്ന ആൾക്കാർ, രാഷ്ട്രീയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാർ, പൊതു പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു മീഡിയ ബേസ്ഡ് സൊസൈറ്റി. ഈ ന്യൂസ് പേപ്പറുകളെ വരവോട് കൂടിയിട്ട് വെസ്റ്റേൺ ലോകത്ത് ഒരുപാട് ഒരു മീഡിയ ബേസ്ഡ് സൊസൈറ്റി വളർന്നു വന്നിരുന്നു. പക്ഷെ ഇന്ത്യയിൽ ടെലിവിഷന്റെ വരവോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു മീഡിയ ബേസ്ഡ് സൊസൈറ്റി നിലവിൽ വരുന്നത്. ന്യൂസ് പേപ്പറുകൾ ഇന്ത്യയിൽ അത്രത്തോളം വെസ്റ്റേൺ കൺട്രീസിലുള്ളത് പോലെ അത്രത്തോളം പ്രചാരം നേടിയിരുന്നില്ല. പക്ഷെ ടിവിയുടെയും റേഡിയോയുടെയും വരവോട് കൂടിയിട്ട് ഒരു വലിയ ചേഞ്ച് തന്നെ ഇന്ത്യൻ സമൂഹത്തിൽ മാസ് മീഡിയ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറയുന്നതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. സ്റ്റോപ്പ് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ മാസ് മീഡിയ പല തരത്തിലുള്ള അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, സോഷ്യൽ ഇമ്പാക്ട് സോഷ്യോളജിക്കൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, എക്കണോമിക് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പല തരത്തിലുള്ള ഇമ്പാക്റ്റുകൾ അത് സൃഷ്ടിച്ചിട്ടുണ്ട്. ആളുകളുടെ പിന്നെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാന്, വാല്യൂസ് ക്രിയേറ്റ് ചെയ്യാന്, ആൾക്കാർക്ക് ഇൻഫർമേഷൻ കൊടുക്കാന്, ഒപ്പീനിയൻ ഡെവലപ്പ് ചെയ്യാന്, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് കഴിഞ്ഞ ചാപ്റ്ററിലും ഇതിന്റെ തുടക്കത്തിൽ സംസാരിച്ചതുപോലെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പിന്നെ മാസ് മീഡിയകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെയും നമ്മുടെ സമൂഹത്തിലെ മാസ് മീഡിയയുടെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. മാസ് മീഡിയയുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നെ ചില കൺസേണുകൾ സമൂഹത്തിന് ഉണ്ടാകുന്ന ചില കൺസേണുകൾ ഉണ്ട്. ഒന്ന് മാനിപ്പുലേഷൻ ആണ്. മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിവൈസിനെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാര്യത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലല്ലാതെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് യഥാർത്ഥത്തിൽ എന്താണോ അതല്ലാത്ത രീതിയിൽ അതിനെ അപ്പിയർ ചെയ്യിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ മീഡിയകൾ ഉപയോഗിച്ചിട്ട് അതിന്റെ മീനിങ്ങുകൾ പിന്നെ അതിന്റെ മീനിങ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ വിഷ്വൽ ചെയ്ത ഒരു കാര്യത്തെ അല്ലെങ്കിൽ നമ്മുടെ റെക്കോർഡ് ചെയ്ത കാര്യത്തെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അതിനെ മറ്റൊരു അർത്ഥത്തിൽ അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ കേരളത്തിൽ നിന്ന് സംഭവം നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പൊ അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് അറിയില്ല എന്നാൽ ഞാൻ പറയട്ടെ, യാഥാർത്ഥ്യം നമുക്ക് അറിയില്ല. അപ്പൊ നടന്ന ഒരു ദീപക് എന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്ത സംഭവം നമ്മൾ പത്രത്തിൽ വായിക്കണ്ടായി, നമ്മളെല്ലാം അറിഞ്ഞതാണ്, സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പൊ ഈ മീഡിയകൾ ഉപയോഗിച്ചിട്ട് ഈ നമ്മൾ ന്യൂ മീഡിയ ഉപയോഗിച്ചിട്ടാണ് അവര് ആ സ്ത്രീ അവരുടെ ആ സംഭവത്തെ പിന്നെ അവതരിപ്പിക്കുന്നത്. പക്ഷെ അതിന് യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ആർക്കും വ്യക്തമല്ല. അവിടെ ശരിക്കും എന്തോ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹം അങ്ങനെ അവരെ ടച്ച് ചെയ്തിട്ടുണ്ടോ, അല്ല ഇവര് അയാളെ ടച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയതാണോ, അതല്ലെങ്കിൽ അവിടെ ആ സ്ലോ മോഷൻ മീഡിയയിൽ എന്താ സംഭവിച്ചത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു മാനിപ്പുലേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇത്തരത്തിൽ മാനിപ്പുലേഷൻ ഈ മാസ് മീഡിയയുടെ ആക്ച്വലി ഒരു വലിയൊരു കൺസേൺ ആണ് മാനിപ്പുലേഷൻ എന്നുള്ളത്. ഇത് ഈ ഇന്റർനെറ്റിന്റെ വരവോട് കൂടിയിട്ട് അത് പേഴ്സണൽ ലെവലിൽ പോലും മാനിപ്പുലേഷൻ നടക്കാമെന്നുള്ള ഒരു പ്രശ്നമാണ് നമ്മളെല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം. മാനിപ്പുലേഷന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ടാണ് എനിക്ക് ആ സംഭവം തോന്നുന്നത്. മറ്റൊന്നാണ് പ്രൈവസിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. ഈ മാസ് കമ്മ്യൂണിക്കേഷന്റെ അല്ലെങ്കിൽ മാസ് മീഡിയയുടെ വരവോട് കൂടിയിട്ട് ആളുകളുടെ പ്രൈവസിക്ക് അല്ലെങ്കിൽ പ്രൈവസിയും പബ്ലിക് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എന്താണ് പിന്നെ പ്രൈവസി, എന്താണ് പബ്ലിക് ഇൻട്രസ്റ്റ്?
ഒരാളുടെ ഏത് അറ്റം, ഏത് ഇൻഫർമേഷൻ വരെ വെളിപ്പെടുത്താൻ പറ്റും, ഏത് വരെ പറ്റൂല, അല്ലെങ്കിൽ എവിടെയാണ് റെഡ് ലൈൻ വരയ്ക്കേണ്ടത് എന്ന് സംബന്ധിച്ച ചർച്ചകൾ. അപ്പൊ പലപ്പോഴും മറ്റുള്ള ആളുടെ, പ്രത്യേകിച്ച് ന്യൂ മീഡിയയുടെ കാലത്ത് പ്രൈവസി വലിയൊരു പ്രശ്നമാണ്. പ്രൈവസിയിലേക്ക്, മറ്റുള്ളവരുടെ പ്രൈവസിയിലേക്ക് കയറിയിട്ടാണ് പലപ്പോഴും മീഡിയകൾ റിപ്പോർട്ടിങ് തയ്യാറാക്കുന്നത്. അപ്പൊ അത് പ്രൈവസി വലിയൊരു കൺസേൺ. മറ്റതാണ് സെക്യൂരിറ്റി. Violation of security, both government and institutional, is another major concern. Protection of secret government information, private financial transaction, and institutional reports in computer systems has become a matter of concern. അതായത് ഹാക്കിങ്, തെഫ്റ്റ് പോലുള്ള സംഭവങ്ങൾ. അപ്പോൾ ഒരു സീക്രട്ട് ഇൻഫർമേഷൻ ആണ്, ആ ഇൻഫർമേഷന് ആക്സസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ അല്ലാത്ത ആളുകളിലേക്ക് അത് ആക്സസ് പോവുകയാണെങ്കിൽ പലപ്പോഴും മീഡിയയുടെ ഭാഗമായിട്ട് അത്തരം ആക്സസ് വരുന്ന സമയത്ത് അതൊരു ഗവൺമെന്റിന്റെ, ഒരു രാജ്യത്തിന്റെ തന്നെ സെക്യൂരിറ്റിയെ, സുരക്ഷത്തെ ബാധിക്കാം, വ്യക്തിയുടെ സെക്യൂരിറ്റിയെ ബാധിക്കാം, ഒരു കമ്മ്യൂണിറ്റി സെക്യൂരിറ്റിയെ ബാധിക്കാം, പല തരത്തിലുള്ള ഒരു ഓർഗനൈസേഷന്റെ സെക്യൂരിറ്റിയെ ബാധിക്കാം. ഈ തരത്തിലുള്ള സെക്യൂരിറ്റിയെ ബാധിക്കാവുന്ന ക്ലാസിഫൈഡ് ഇൻഫർമേഷൻസുകളും അതുപോലെ സീക്രട്ട് ഇൻഫർമേഷനുകളും ഒക്കെ സൂക്ഷിക്കപ്പെടേണ്ട, അതിനെ വൈലേറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥകളൊക്കെ മാസ് മീഡിയയുടെ ഒരു ഡേഞ്ചർ ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഡെമോക്രാറ്റിക് പ്രോസസ്സുമായി ബന്ധപ്പെട്ടാണ്. Axiomatic that democracy functions best when voters are widely informed on all problems and issues. However, given the power to select the information they desire with the aid of new technologies, will citizens be exposing themselves to a sufficiently broad range of knowledge? അതായത് നമ്മൾ ഇവിടെ ഈ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ എങ്ങനെയാണ് ആളുകൾ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണ് ആളുകൾ പ്രതികരിക്കുക. അപ്പൊ ഇതില് ആളുകൾ എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്താണ് അവർ മനസ്സിലാക്കേണ്ടത് എന്നതിന് പലപ്പോഴും സെലക്ട് ചെയ്യപ്പെടുന്ന ഇൻഫർമേഷൻസ് മാത്രം കൈമാറപ്പെടുമ്പോൾ, സെലക്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രം കൈമാറപ്പെടുമ്പോൾ അത് ബേസ് ചെയ്തിട്ടായിരിക്കും ആൾക്കാർ ഒരു ഡിസിഷൻ എടുക്കുക. അപ്പൊ ഈ അവരുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ ലോകത്തിനുള്ളിൽ നിന്ന് ക്രിട്ടിലെ തവള എന്ന് പറയുന്ന പോലെ അവരുടെ ഒരു ആ ചേംബറിൽ നിന്ന് മാത്രമുള്ള മുഴക്കങ്ങൾ മാത്രം കേൾക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് മൊത്തം സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികരിക്കാൻ ആളുകൾക്ക് സാധിക്കണം. അപ്പോഴാണ് ഡെമോക്രാറ്റിക് പ്രോസസ്സ് പൂർണ്ണമാകുക. അതിന് പകരം ആളുകളുടെ ചില അജണ്ടകളിലോ ചില പ്രോപ്പഗണ്ടകളിലോ തളച്ചിടാൻ വേണ്ടിയിട്ട് മാസ് മീഡിയകൾ ഉപയോഗിക്കപ്പെടാറുണ്ട്. പക്ഷെ ഇന്റർനെറ്റിന്റെ കാലത്ത് അതിൽ നിന്നൊക്കെ ആളുകൾക്ക് പുറത്തു കെടുക്കാൻ വളരെ കുറച്ചുകൂടി ഈസിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇതും ഒരു ഈ ഇമ്പാക്ട്, മാസ് മീഡിയയുടെ ഇമ്പാക്ടിന്റെ ഒരു ഭാഗമായിട്ട് ഈ ഒരു കാര്യം കൂടി വരുന്നുണ്ട്. മറ്റൊന്നാണ് ഐസൊലേഷൻ. While the communication revolution has the power to draw the global community closer together, simultaneously it also isolates individuals and small groups. Instead of mingling with crowds at the movie theaters, couples and families stay home to watch television and video on their TV screens എന്നുള്ളതാണ്. അതായത് ഒരു സമൂഹത്തിനെ ഐസൊലേറ്റ് ചെയ്യുന്നതിനും ഈ മാസ് മീഡിയകൾ പലപ്പോഴും കാരണമാകുന്നുണ്ടെന്നുള്ളതാണ്. അത് പല തരത്തിലും ഓരോ കാലഘട്ടത്തിലും അതിനനുസരിച്ചുള്ളതാണ്. അതായത് മുമ്പ് ആളുകൾ പരസ്പരം മിങ്കിൾ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ വീഡിയോയുടെയും വരവോടുകൂടി തന്നെ ആൾക്കാരെ ഐസൊലേറ്റ് ചെയ്യാൻ തുടങ്ങി. അവരവരെ വീഡിയോയുടെ മുമ്പിൽ പോയിരിക്കുകയും അവിടുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും മറ്റുള്ളവരുമായി ഇടപെടാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇന്റർനെറ്റ് വരുന്നതോട് കൂടിയിട്ട് വീണ്ടും കാര്യങ്ങൾ ഒന്നുകൂടി കോംപ്ലിക്കേറ്റഡ് ആയി. ആളുകൾ സ്ക്രീനിന്റെ മുമ്പിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ തുടങ്ങി. അവർ കൂടുതലായി അവരുടെ എല്ലാ ഇൻഫർമേഷനുകളും അവർ സ്വീകരിക്കുന്നത് പൂർണ്ണമായിട്ടും അവരുടെ മുമ്പിലെ ചെറുതോ വലുതോ ആയ സ്കെയിലിൽ നിന്ന് മാത്രമാകുമ്പോൾ അവർ വീണ്ടും ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീരുകയാണ്. അപ്പോൾ ഈ മീഡിയകളുടെ വളർച്ചയോട് കൂടി മാസ് മീഡിയകൾ വളരും തോറും ആളുകൾ ഐസൊലേറ്റ് ചെയ്യപ്പെടുകയും സോഷ്യലൈസേഷൻ കുറയുകയും വളരെ ചെറിയ ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ വ്യക്തികളിലേക്കോ ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതും ഒരു ഇതിന്റെ ഇമ്പാക്റ്റ് ആണ്. ജേർണലിസം നമ്മുടെ സമൂഹത്തെ എങ്ങനെ ഇമ്പാക്ട് ചെയ്തു എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. അതിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെയുള്ള ഇമ്പാക്റ്റുകൾ പലതരത്തിൽ വന്നിട്ടുണ്ട്. അതില് ഈ മൾട്ടിപ്ലയർ എഫക്റ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് പ്രധാനമായിട്ടും ഈ ഒരൊറ്റ പ്രാവശ്യം നമ്മൾ ഇൻഫർമേഷൻ റെഡിയാക്കിയാൽ മതി. ആ ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ സമയത്ത് ആ ഒരൊറ്റ ഇൻഫർമേഷനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളതാണ് ജേർണലിസത്തിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്.
ഒരു ന്യൂസ് പേപ്പറിന്റെ ഒറ്റ കോപ്പി നമുക്ക് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ, റെഡിയാക്കി കഴിഞ്ഞാൽ, പിന്നെ അതിന്റെ 1000-ഓ 10,000-ഓ ലക്ഷമോ എത്ര കോപ്പി വേണമെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാം. ആ ഇൻഫർമേഷൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു. അതാണ് ഈ ന്യൂസ് പേപ്പറുകളുടെ ഒരു വലിയ പ്രത്യേകത എന്നും അവിടെ വരുമ്പോഴുണ്ടായിരിക്കുന്നത്. അതിപ്പോ നമ്മുടെ ഇന്റർനെറ്റും ഇതൊക്കെ വന്നപ്പോൾ അതിന്റെ മറ്റു തലത്തിലേക്ക് പോയി കഴിഞ്ഞു. നമ്മുടെ ചരിത്രത്തെ കൂടി ബേസ് ചെയ്തിട്ടാണ് യൂണിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ആ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ കറപ്ഷനുകള്, സമൂഹത്തിൽ ഉണ്ടാകുന്ന അഴിമതികള്, സമൂഹത്തിലുണ്ടാകുന്ന രാഷ്ട്രീയപരമായ പ്രശ്നങ്ങള്, പോവർട്ടികള്, സമൂഹത്തിൽ ഉണ്ടാകുന്ന റൂളിംഗ് ക്ലാസിന്റെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങൾ, ഇതൊക്കെ പുറത്തു കൊണ്ടുവരുന്ന ഒരു വാച്ച് ഡോഗായിട്ട് നമ്മൾ ജേർണലിസ്റ്റിന്റെ പരവോട് കൂടിയിട്ട് ന്യൂസ് പേപ്പറുകൾ അല്ലെങ്കിൽ ജേർണലിസ്റ്റുകൾ അത്തരം ഒരു റോള് കൂടി വഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ നെഗറ്റീവ് ട്രെൻഡ്സുകൾ, നെഗറ്റീവായിട്ടുള്ള ചില ഇമ്പാക്റ്റുകളാണ് നമുക്ക് ഈ ഓർഗനൈസേഷൻസ് ആയിരുന്നല്ലോ മുമ്പ് ന്യൂസ് പേപ്പറുകളെ അല്ലെങ്കിൽ ന്യൂസ് മീഡിയകൾ നിയന്ത്രിച്ചത്. അപ്പൊ അവർ തമ്മിലുള്ള അവരുടെ ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ അജണ്ട ഉണ്ടാവും. അപ്പൊ അവരുടെ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ അവരെ ഉദ്ദേശിക്കുന്ന തരത്തില് ബയാസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടിങ്, പക്ഷപാതപരമായ റിപ്പോർട്ടിങ്, അവരെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രം റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാത്രം റിപ്പോർട്ട് ചെയ്യുക, ഒരു ആംഗിളിൽ നിന്ന് മാത്രം കാണുക, പ്രൈവസിയിലേക്ക് ഇൻവൈഡ് ചെയ്യുക, ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള ഇമ്പാക്റ്റുകൾ ജേർണലിസം സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യ പോലെ രാജ്യത്ത്, പ്രത്യേകിച്ചും ആളുകളുടെ നോളേജ് കൂടി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായ നോളേജ് ആളുകൾ കിട്ടുന്നില്ലെങ്കിൽ സ്വാഭാവികമായും ഈ ആളുകൾ പലപ്പോഴും അവരുടെ മുമ്പിലെത്തുന്ന മീഡിയകളെ അപ്പടി വിഴുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ വിഴുങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ പലപ്പോഴും ബയാസ്ഡ് ആയിരിക്കാം, പലപ്പോഴും ഏതെങ്കിലും അജണ്ടകളെയോ പ്രൊപ്പഗണ്ടയെയോ ബേസ് ചെയ്തിട്ടായിരിക്കാം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഡീകോഡ് ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല. അതൊക്കെ ജേർണലിസ്റ്റിനെ കൊണ്ടുണ്ടാക്കി തീർന്ന നെഗറ്റീവ് ഇമ്പാക്റ്റുകളുടെ ഭാഗമാണ്. പിന്നെ റേഡിയോ ആൻഡ് ടെലിവിഷൻ, മറ്റ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് റേഡിയോ ആൻഡ് ടെലിവിഷൻ. ഇവയുടെ വരവോട് കൂടിയിട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാല് ആളുകളിലേക്ക് 99% ആളുകളിലേക്കും ഇൻഫർമേഷൻ കൈമാറാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. 146 ഡയലക്റ്റുകളിലെ 99%, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ 99% ആളുകളിലേക്കും നമുക്ക് റേഡിയോ വഴി ആളുകളിലേക്ക് മെസ്സേജ് എത്തിക്കാൻ സാധിച്ചു. ഇപ്പൊ റിമോട്ട് ഏരിയയിലുള്ള ആളുകൾക്ക് പോലും റേഡിയോ, നമ്മളൊക്കെ വാർത്തകൾ കേട്ടിരുന്നത് അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നത് ഒക്കെ റേഡിയോ വഴിയായിരുന്നല്ലോ. അപ്പൊ ആ റേഡിയോ വഴി ഒരു കഴിഞ്ഞ തലമുറയ്ക്ക് അറിയാം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒരു 90കളുടെ മുമ്പുള്ള തലമുറയ്ക്കൊക്കെ കൃത്യമായി അതിന്റെ ഒരു റീച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്രമാത്രമാണ് നമ്മൾ റേഡിയോ മുമ്പ് ആശ്രയിച്ചിരുന്നതെന്നും ഈ ഇൻഫർമേഷൻസ് എങ്ങനെയാണ് റേഡിയോ വഴി നമുക്ക് കൈകാര്യം ചെയ്തതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ റേഡിയോയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് വളരെ റിമോട്ടായ ഏരിയകൾക്ക് പോലും എത്താൻ സാധിച്ചു എന്നുള്ളതാണ് റേഡിയോയുടെ ഒരു ഗുണം. പിന്നെ ടെലിവിഷന്റെ വരവോട് കൂടിയിട്ട് ഇൻസ്റ്റന്റ് മീഡിയ എന്ന രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ മെസ്സേജുകൾ ഓൺ ദ സ്പോട്ടിലെ ആൾക്കാർക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി ടെലിവിഷൻ വളർന്നു വരികയുണ്ടായി. അതുപോലെ തന്നെ ടെലിവിഷന്റെ ഒരു സോഷ്യൽ ചേഞ്ച് ആളുകളുടെ ഇടയിൽ പല കാര്യങ്ങളിലെയും ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ, അതിന്റെ വിഷ്വൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ടെലിവിഷന്റെ ഏറ്റവും വലിയ മറ്റൊരു വിജയം എന്ന് പറയുന്നത്. അതേസമയം ഇത് ആളുകളെ ഇൻസ്പയർ ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ആൾക്കാരെ ഡിസ്ട്രാക്ട് ചെയ്യുകയും അല്ലെങ്കിൽ അവരുടെ ഇൻഫർമേഷനെ ഡിസ്റ്റോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയും ഉണ്ടാവുന്നുണ്ട്. രണ്ടും നടക്കുന്നുണ്ട്. ഒരു സമയത്ത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, മറ്റൊരു സ്ഥലത്ത് അവരുടെ ഫോക്കസ് മാറ്റി അവർ മെയിൻ ഏതിലാണോ ഒരു രാജ്യത്തെ TV ചാനലിൽ ഒരു സ്ഥലത്ത് പൊളിറ്റിക്സ് നിന്നും ആ രാജ്യത്തെ ശ്രദ്ധ തിരിച്ചുവിടുന്നുണ്ടെങ്കിൽ അവര് അവിടെ പൊളിറ്റിക്സ് പറയാതെ മറ്റ് സ്പോർട്സിൽ പറയും. ഉദാഹരണമായിട്ട് പറയുകയാണ്, സ്പോർട്സിൽ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ ജനങ്ങൾ സ്പോർട്സില് ബേസ് ചെയ്തിട്ടായിരിക്കും ആ ജനങ്ങളുടെ ഒരു കൾച്ചർ വളർന്നു വരിക. അപ്പോൾ ഈ തരത്തില് രാജ്യത്ത് അല്ലെങ്കിൽ ആളുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഭരണാധികാരികളുടെ ആവട്ടെ അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആൾക്കാരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പലപ്പോഴും ഈ മീഡിയകൾ ഉപയോഗിക്കപ്പെടും. അതാണ് ഇതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് വരുന്നത്. മാസ് മീഡിയയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാസ് മീഡിയ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫിലിമുകൾ എന്ന് പറയുന്നത്. സിനിമകള് ഒരു മാസ് മീഡിയയുടെ ഒരു മീഡിയ ആയിട്ടാണ്, അതിന്റെ ഒരു മാസ് മീഡിയ രൂപമായിട്ടാണ് എണ്ണപ്പെടുന്നത്.
അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്ത് പിന്നെ സിനിമകൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും ആളുകൾക്ക് നോളജ് മുൻകാലത്തിന് ആൾക്കാർ കൂടുതൽ ലിറ്ററേറ്റ് ആയിരുന്നു. പലപ്പോഴും അവർക്ക് വായിക്കാനും എഴുതാനും കഴിയാത്ത ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. നോളജിന്റെ കാര്യത്തിൽ വളരെ പിന്നാക്കമായിരുന്നു. ആ ഒരു അവസരത്തിൽ ആളുകൾക്ക് ഈ മെസ്സേജുകൾ കൈമാറുന്നതിൽ സിനിമകൾ വഹിച്ചിട്ടുള്ള പങ്ക് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്ത സാധ്യതയാണ്. ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇന്ത്യയിലെ ഒരു വർഷം 750-ലധികം സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരൊറ്റ വർഷം 16 ഭാഷകളിലായിട്ട് 750-ലധികം സിനിമകൾ ഒരു വർഷം തന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ സിനിമകളിലൂടെ ആളുകൾക്ക് എന്റർടൈൻമെന്റ് ആണ് ഇതിന്റെ പ്രൈമറി റോളെങ്കിലും പലപ്പോഴും മെസ്സേജുകൾ, സോഷ്യൽ മെസ്സേജുകൾ കൈമാറാൻ ആളുകൾ സിനിമകൾ ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ തന്നെ മലയാളത്തിലെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്നതാണ്. ഇപ്പോ ഈ അടുത്ത് പറഞ്ഞപ്പെട്ട ശ്രീനിവാസൻ അയാളുടെ പിന്നെ മെസ്സേജുകള്, പൊളിറ്റിക്കൽ മെസ്സേജുകള് പല സിനിമകളും ആളുകൾ കൊണ്ടാടുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ പലപ്പോഴും അത്തരം മെസ്സേജുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഏതോ സന്ദേശം എന്തോ പറഞ്ഞിട്ടുള്ള സിനിമയുടെ ഒരു ചില സീനുകൾ സ്ഥിരമായി നമുക്ക് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഉയർന്നു വരും. കാരണം അതില് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു മിറർ, ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു യാഥാർത്ഥ്യം, സോഷ്യൽ ഇമ്പാക്ട് കൂടിയാണ് കാണിക്കുന്നത്. ആ സമൂഹത്തിൽ രാഷ്ട്രീയം എങ്ങനെ നിലനിന്നിരുന്നുവെന്നും അതിനെ ആൾക്കാർ എങ്ങനെ കൈകാര്യം ചെയ്തിരുന്നുവെന്നും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാലത്തെ മലയാളിയുടെ ജീവിതം എന്തായിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് മനസ്സിലാക്കി തരാൻ ഏറ്റവും നല്ലത് അക്കാലത്തുള്ള സിനിമകളായിരിക്കും. അപ്പൊ ആ കാലത്ത് സമൂഹം എങ്ങനെ ജീവിച്ചിരുന്നു, രാഷ്ട്രീയ രീതികൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ആളുകൾ ഓരോ കാര്യത്തിൽ സമീപിച്ചിരുന്നത്, ജോലിയോടുള്ള ആൾക്കാരുടെ സമീപനം എന്തായിരുന്നു, പണത്തോടുള്ള സമീപനം എന്തായിരുന്നു, ഇതിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാൻ വളരെ കഴിയുന്ന ഒരു സംഭവമാണ് സിനിമകൾ എന്ന് പറയുന്നത്. അപ്പൊ അവയ്ക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ കഴിയും, പൊളിറ്റിക്കൽ അജണ്ടകൾ നടപ്പാക്കാൻ കഴിയും. ഇപ്പൊ നമ്മുടെ കറന്റ് ഇന്ത്യയുടെ അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. അതില് ഇപ്പോ കേരള ഫയൽസ്, കാശ്മീർ ഫയൽസ് ഒക്കെ പറഞ്ഞ് അജണ്ട ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സിനിമകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത് ഫിലിമുകളുടെ ഒരു ഏത് മീഡിയയെ പോലെ തന്നെ സ്വാഭാവികമായിട്ടും ഫിലിമുകളെയും ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മറ്റെല്ലാ മീഡിയകളെ പോലെ തന്നെയും ആണ്. അപ്പൊ അതിനങ്ങനെ ചെയ്തിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇനിയാണ് ഇന്റർനെറ്റ് വരുന്നത്. ഇന്റർനെറ്റിന്റെ വരവോട് കൂടിയിട്ട് ഇന്റർനെറ്റിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇന്റർനെറ്റിന്റെ വരവോട് കൂടിയിട്ട് ലോകത്തിന്റെ മൊത്തം ഇൻഫർമേഷൻ രീതി തന്നെ മാറി. ഇൻഫർമേഷൻ ഏജ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഏജിൽ നിന്ന് മാറി ഇൻഫർമേഷൻ ഏജിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്റർനെറ്റിന്റെ വരവോട് കൂടിയിട്ട്. അപ്പോൾ ഇൻഫർമേഷന്റെ ഒരു റെവല്യൂഷൻ, അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ഇൻഫർമേഷൻ ഡൗൺലോഡ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ആവശ്യത്തിലധികം ഇൻഫർമേഷൻ നമുക്കൊക്കെ ആക്സസ് ചെയ്യാനും കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഹ്യൂമൻ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ എന്താ പറയാ, മനുഷ്യ കുലം തന്നെ ആ രൂപത്തിലേക്ക് പരുവപ്പെടുത്തപ്പെടുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ ഇന്റർനെറ്റിന്റെ വരവോട് കൂടിയിട്ട് സംഭവിക്കുന്നത്. അപ്പൊ ഈ ശരിക്കും ഇന്റർനെറ്റ് ചരിത്രമൊക്കെ നിങ്ങൾ യൂണിറ്റിൽ വായിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിന്റെ അമേരിക്കയിൽ തുടങ്ങിയ അമേരിക്കൻ ഡിഫൻസ് മിനിസ്ട്രിയും അതുപോലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ആരംഭിച്ച് പിന്നീട് 1969 മുതൽ തന്നെ ഇതിന്റെ ആദ്യ രൂപങ്ങളുണ്ട്. 1990 കൂടിയിട്ടാണ് ഇത് പ്രൈവറ്റൈസ് ചെയ്യപ്പെടുകയും അങ്ങനെ പൊതുസമൂഹത്തിൽ ഇത് അവൈലബിൾ ആയി മാറുകയും ചെയ്യുന്നത്. അപ്പൊ ഇന്റർനെറ്റിന്റെ വരവോട് കൂടിയിട്ട് ആളുകൾക്ക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക, അത് സെർച്ച് ചെയ്യുക, അത് ആർക്കൈവ് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ ഈസി ആയി മാറും. മറ്റേത് നമുക്ക് ഒരു ന്യൂസ് പേപ്പർ ആർക്കൈവ് ചെയ്യാനുള്ള പ്രയാസം, അല്ലെങ്കിൽ സെർച്ച് ചെയ്യാനുള്ള പ്രയാസം, അതിന് കണ്ടെത്താനുള്ള പ്രയാസം എന്ന് പറയുന്നത് ചില്ലറയല്ല. പക്ഷെ ഇപ്പൊ നമുക്ക് അതൊന്നും പ്രയാസമുള്ള കാര്യമല്ല. നമുക്ക് വളരെ വേഗം നമുക്ക് ഇൻഫർമേഷൻസിനെ റിട്രീവ് ചെയ്യാൻ കഴിയും, അതിന് നമുക്ക് സെർച്ച് ചെയ്യാൻ കഴിയും, അതിന് നമുക്ക് പല രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇതൊക്കെ ഈ ഇന്റർനെറ്റിന്റെ വരവോട് സംഭവിച്ചാണ്. അതുപോലെ തന്നെ ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയായി, വളരെ പെട്ടെന്ന് ആളുകൾ തമ്മിൽ ആശയ കൈമാറ്റം സാധ്യമായി. അതുപോലെ ഒരു പ്രശ്നം നേരിടുമ്പോൾ ആളുകൾക്ക് പരസ്പരം കൈകോർത്തുകൊണ്ട് പരസ്പരം സഹായിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായി. അങ്ങനെ പലതരത്തിൽ ഇന്റർനെറ്റിന്റെയും ഒരു മാസ് മീഡിയ നിലയിൽ തന്നെ ഇന്റർനെറ്റിന്റെ ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ രംഗത്തെ, ഫൈനാൻസ് രംഗത്തെ ഒക്കെ നമുക്ക് നൂറുകണക്കിന് നമുക്ക് ഉദാഹരണങ്ങൾ എടുത്ത് പറയാൻ പറ്റും. അതുകൊണ്ട് നെഗറ്റീവായിട്ട് അതേസമയം ഒരുപാട് അതിന്റെയും നെഗറ്റീവ് എഫക്റ്റുകളും അതോടൊപ്പം തന്നെ ഉണ്ടായിത്തീരുന്നുണ്ട്. ഉദാഹരണമായിട്ട് മുമ്പ് ഓരോ കാര്യങ്ങൾക്കും ഒരു കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നു. ഒരു പുസ്തകം ഒരാൾ എഴുതിയാൽ അതിന് കോപ്പിറൈറ്റ് ഉണ്ടാവും. ഒരു മ്യൂസിക് ആൾ കമ്പോസ് ചെയ്താൽ അതിന് കോപ്പിറൈറ്റ് ഉണ്ടാവും. പക്ഷെ ഇന്റർനെറ്റിന്റെ വരവോട് കൂടിയിട്ട് പലപ്പോഴും ഈ കോപ്പിറൈറ്റ് ലംഘിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി. ആർക്കും ആരെയും കോപ്പി ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക്
വരുന്നു. ഇനിയിപ്പോ എഐയുടെ ലോകം കൂടി വന്നതോട് കൂടിയിട്ട് ഇത് വീണ്ടും ചേഞ്ച് ആവുകയാണ്. ഒന്നുകൂടി അതിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് പിന്നെ നമ്മുടെ മാസ് മീഡിയകൾ കിടക്കുകയാണ്. പോസ്റ്റ് ട്രൂത്ത് എറ എന്ന് നമ്മൾ പറയുന്ന, പിന്നെ സത്യാന്തര കാലം എന്ന് പറയുന്ന, സത്യമേത് അല്ലെങ്കിൽ അസത്യമേത് തിരിച്ചറിയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ സത്യം എന്ന് പറയുന്ന സംഭവം തന്നെ നമുക്ക് പറയാൻ കഴിയാത്ത ആ ഒരു തരത്തിലേക്ക് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പോലെ വെരിഫൈ ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് ലോകം മുന്നോട്ട് പോകാം. അതോടൊപ്പം തന്നെ സോഷ്യൽ നെറ്റ്വർക്കുകളുടെ അഡിക്ഷൻ ഉണ്ടായിത്തീരുന്നു, സൈബർ ക്രൈംസ്, ഫൈനാൻഷ്യൽ തെഫ്റ്റുകള്, ഇതൊക്കെ പിന്നെ ഇതിന്റെ ഇന്റർനെറ്റിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റുകളാണ്. ഏത് മീഡിയക്കും സ്വാഭാവികമായും ഓരോ മീഡിയക്കും അതിൻ്റെതായ പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാവും, അതുപോലെ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാവും. ഇതൊക്കെ ഇതിന്റെ വിശദമായ കാര്യങ്ങൾ നമുക്ക് അതിന്റെ നോട്ട്സുകളിൽ നിന്നും അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെയുടെ പാഠപുസ്തക യൂണിറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സമയം അവസാനിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ചുരുക്കാം. നമ്മൾ പറഞ്ഞത് പ്രധാനമായും നമ്മുടെ ഇന്നത്തെ ഇതിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ മീഡിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മീഡിയ പല ആവശ്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ എന്റർടൈൻമെന്റോ എഡ്യൂക്കേഷനോ ഇൻഫർമേഷനോ പലതരത്തിലാവാം. പക്ഷെ അതിനെ ആളുകൾ അതിനെ എങ്ങനെ ഡീകോഡ് ചെയ്യുന്നു എന്നുള്ളത്, എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മീഡിയ ഒരു ആക്റ്റീവ് ഷേപ്പർ ആണോ ഒരു പാസീവ് റിഫ്ലക്ടർ ആണോ എന്നുള്ള ഡിബേറ്റ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എപ്പോഴും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ മീഡിയ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സ്വഭാവത്തെ രൂപപ്പെടുത്തുകയാണോ ചെയ്യുന്നത്, അതല്ല അത് പാസീവായി സമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് റിഫ്ലക്ട് ചെയ്യുകയാണ്, ജസ്റ്റ് അതിന് നമുക്ക് പിന്നെ പ്രതിഫലിപ്പിക്കുക മാത്രമാണ്, സമൂഹത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കുക മാത്രമാണോ ചെയ്യുന്നത്, അതല്ല അത് ആക്റ്റീവായി സമൂഹത്തിൽ ചേഞ്ചസ് വരുത്തുകയാണോ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. രണ്ടു തരത്തിലുമുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് പലതരത്തിലും നമുക്ക് വായിക്കാം. മീഡിയകള് സമൂഹത്തിലെ യാഥാർത്ഥ്യം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ അതോടൊപ്പം തന്നെ പുതിയ യാഥാർത്ഥ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും മീഡിയകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നതാണ്. ഒരിടത്ത് മാത്രമായി നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോ അതിന് എഡ്യൂക്കേഷൻ രൂപത്തില്, അതിന് ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ എന്ന രൂപത്തിൽ കാണാം, എന്റർടൈൻമെന്റ് രൂപത്തില് ഉണ്ട്, കൊമേഴ്ഷ്യൽ, മാർക്കറ്റിംഗ്, ഗുഡ് ഫോർ പ്രോഫിറ്റ്, ഈ തരത്തിലൊക്കെ മീഡിയകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ സൊസൈറ്റിയെ പല രൂപത്തിലായിട്ട് മീഡിയ എഫക്ട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇതിനെ നമ്മൾ ഗേറ്റ് കീപ്പിംഗ് എന്നുള്ള കാര്യത്തെ സൂചിപ്പിച്ചു. എങ്ങനെയാണ് ന്യൂസുകളെ ഫിൽട്ടർ ചെയ്യുന്നത് എന്ന്. ജേർണലിസത്തിന്റെ ഭാഗമായി എഡിറ്റർ ഉണ്ടാകും. ആ എഡിറ്ററാണ് പിന്നെ ഗേറ്റ് കീപ്പ് ചെയ്യുന്നത്. അയാളുടെ ന്യൂസുകളെ കീപ്പ് ചെയ്തിട്ടാണ് വിടുന്നത്. അതായിരുന്നു ജേർണലിസത്തിന്റെ മുമ്പത്തെ കാലത്തെ ഒരു കാര്യം. പക്ഷെ ന്യൂ മീഡിയയുടെ വരവോടുകൂടി ഗേറ്റ് കീപ്പിംഗ് എന്നുള്ളത് അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഈ പുതിയ ന്യൂസ് മീഡിയ കാലത്ത് ഗേറ്റ് കീപ്പിംഗ് അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ മൾട്ടിപ്ലയർ എഫക്ട് എന്നുള്ളത് മാസ് മീഡിയയുടെ വലിയൊരു ഇൻഫ്ലുവൻസ് ആണ്. ഒരേ കാര്യം ഒരൊറ്റ കോപ്പിയിലൂടെ അത് 100,000 ആളുകൾ, മില്യൺസ് ഓഫ് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ഒരു ന്യൂസ് പേപ്പറിന്റെ ഒരു പ്രതി നമുക്ക് തയ്യാറാക്കിയാൽ മതി, ഇത് ബാക്കിയുള്ളത് എടുക്കാൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നമുക്ക് ന്യൂ മീഡിയ ലോകത്ത് അതിന്റെ വ്യത്യാസം വളരെ വലുതാണ്. പിന്നെ മാസ് മീഡിയ വരവും മൊബൈലിന്റെ ഉപയോഗങ്ങളും ഒക്കെ മൊത്തത്തിൽ നമ്മുടെ മാസ് മീഡിയ രംഗത്തെ വളരെയധികം സ്വാധീനിച്ച ഒന്നാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ മാസ് മീഡിയയുടെ വിവിധ രൂപങ്ങളെ കുറിച്ച് പറഞ്ഞു, അതിന്റെ വരവിന്റെ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ഇമ്പാക്റ്റുകൾ സൂചിപ്പിച്ചു. അതില് പിന്നെ പ്രിന്റ് നെറ്റ്വർക്ക്, ന്യൂസ് പേപ്പറുകൾ, അതുപോലെ തന്നെ റേഡിയോ നെറ്റ്വർക്കുകൾ, ടെലിവിഷൻ നെറ്റ്വർക്കുകൾ, മാസ് മീഡിയ, പിന്നെ ഇന്റർനെറ്റ്, മൊബൈൽ നെറ്റ്വർക്ക്, ഇതൊക്കെ മാസ് മീഡിയയുടെ വിവിധ രൂപങ്ങൾ വിവിധ കാലഘട്ടങ്ങൾ വന്നു ചേർന്നതാണ്. അപ്പൊ ഓരോ കാലത്തും അതൊക്കെ ഉണ്ടാക്കിത്തീർത്ത ചേഞ്ച് സമൂഹത്തിൽ വളരെ വലുതാണ് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കില് അടുത്ത യൂണിറ്റിലേക്ക്, ഇതിന്റെ 3ാമത്തെ യൂണിറ്റിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞതിനെ ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചെറിയ സമയം കൊണ്ട് നമുക്ക് അതിൽ വേണമെങ്കിൽ സംസാരിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്യാം. ക്ലാസ് മുഴുവൻ കേട്ടില്ല, എന്നാലും ഒന്ന് പറയാം. ഈ ക്ലാസ് കേട്ടവർക്ക് ആർക്കെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ, സാറ് തിരക്കുണ്ടാകും, ഇവിടുന്ന് ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ, സാറിൻ്റെ ആ ഗ്രൂപ്പിൽ സാറിനോട് ചോദിച്ചാൽ മതി. സാറ് സൗകര്യം പോലെ വോയിസ് ഇട്ടിട്ടും മറ്റും ക്ലാരിഫൈ ചെയ്യും. ക്ലാസ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പരമാവധി ശ്രമിക്കണം. കാരണം ലൈവായിട്ട് അറ്റൻഡ് ചെയ്താലേ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാകുള്ളൂ. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? സുരേഷ് സാറിന് എന്തെങ്കിലും ഉണ്ടോ? കൈ പൊക്കിയിട്ടുണ്ട്, ഇല്ലല്ലേ? തംസപ്പ് ചെയ്താണ്. അപ്പൊ ഓക്കെ,
സാറ് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 5 മിനിറ്റൊക്കെ ലേറ്റ് ആവും കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായി സാറ് വർക്ക് ചെയ്യുന്ന ഒരു ക്രിട്ടിക്കൽ ഓഫീസിലും ക്രിട്ടിക്കൽ പൊസിഷനിലായതുകൊണ്ടല്ലേ പ്രയാസം ഉണ്ടാവും. ചിലപ്പോൾ എമർജൻസി കോൾ വരും. എങ്കിലും പരമാവധി നമ്മൾ നേരത്തെ അറിയിക്കും. വരും ഉള്ള ദിവസങ്ങളിൽ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയാലും നമുക്ക് ക്ഷമിക്കണം. ബാക്കിയുള്ള ഫാക്കൽറ്റി പോലെയല്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. പരമാവധി ക്ലാസ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ മിസ്സായ ക്ലാസ് ഉടൻ തന്നെ അടുത്ത ക്ലാസ്സിന് മുമ്പ് തന്നെ കേൾക്കണം. ആ ഒരു കണക്ഷൻ വിട്ടുപോകാൻ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ഹനീഫ് സാർ. സോറി, ഞാൻ ലേറ്റ് ആയത് സോറി ചോദിക്കാതെ. ഞാൻ ആക്ച്വലി ഒരു ഇതിൽ എൻഗേജഡ് ആയിരുന്നു, കൊണ്ടാണ് ലേറ്റ് ആയത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് സംശയങ്ങൾ നിങ്ങൾ ഗ്രൂപ്പ് വഴി നിന്ന് ചോദിക്കാതാണ്. എപ്പോഴും യു ആർ ഫ്രീ ടു ആസ്ക് എനി ക്വസ്റ്റ്യൻസ്. ഗ്രൂപ്പില് നമുക്ക് സംസാരിക്കാം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇതൊക്കെ തുടക്കത്തിൽ ഇതിന്റെ ബേസിക് കാര്യങ്ങളാണ് ഇപ്പോഴൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ട് ഇത് തന്നെ ഇതിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ ചർച്ചയിൽ വരും. അതെ, എനിക്ക് കമന്റ് ചെയ്യാനുള്ളത്, ഇങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ക്ലാസ്സിൽ കണ്ടിന്യൂ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാലുള്ള ഗുണം, ഒരു 6 or 7 ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ കേൾക്കുമ്പോൾ കൃത്യമായി മനസ്സിലാവും. കാരണം നമുക്കൊരു വലിയ ബന്ധമില്ലാത്തതിലേക്കാണല്ലോ പഠിക്കുന്നത്. ഈ ഒരു BFPCയുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കണ്ടതാണ്. വ്യത്യസ്തമായ ടോപ്പിക്, ഒരു കണക്ഷൻ ഇല്ലാത്തതാണ്. അപ്പോൾ ആദ്യത്തെ 2 യൂണിറ്റ് ഒന്നും തിരിഞ്ഞോണമെന്നില്ല. പക്ഷെ 5-6 യൂണിറ്റ് ഇങ്ങനെ കേട്ട് കഴിഞ്ഞ് പിന്നെ ആദ്യത്തെ ലെസൺ കേൾക്കുമ്പോൾ കുറെ കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാവും. കുറെ കാര്യങ്ങൾ നമുക്ക് അവിടെ പിടികിട്ടും. ഇവിടെ ക്ലാസ് നിർബന്ധമായി നിങ്ങൾ കേൾക്കുക. അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ കേൾക്കുക. കാരണം പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും എഴുതണമെങ്കിൽ നിങ്ങളടുത്ത് വിവരം വേണം. അപ്പൊ അത് ക്ലാസ് കേൾക്കാൻ മസ്റ്റാണ്. ചെറിയ പേയ്മെന്റ് ആണെങ്കിലും ഉള്ളത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ഓക്കെ, ഞാൻ പറയുന്നില്ല കൂടുതൽ, ഇങ്ങനെ പറഞ്ഞു പോകും. ശരി, ഓക്കെ, താങ്ക്സ്. വേറൊരു മീറ്റിംഗിലേക്ക് പോകാനുണ്ട്. ഓക്കെ സർ, താങ്ക് യു. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും. ശരി.